ഇത്തവണത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഇടത്തരം മധ്യവർഗ കുടുംബങ്ങൾക്ക് വലിയ സഹായമുണ്ടായി. അതായത് നരേന്ദ്രമോദി ആദ്യമായി ഭരണത്തിൽ വന്നപ്പോൾ പ്രഖ്യാപിച്ചത് ഘട്ടം ഘട്ടമായി നടപ്പാക്കി വരുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ സാമ്പത്തികമല്ലേ? അതെ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് നിർമ്മല സീതാരാമനെയാണ്. നമ്മുടെ ധനകാര്യമന്ത്രി 8ാമത്തെ തവണയാണ് തുടർച്ചയായി ബജറ്റ് അവതരിപ്പിക്കുന്നത്. അത് റെക്കോർഡിലേക്ക് പോവാണ്. അതെ. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചത് അതുമല്ല, നിർമ്മല സീതാരാമൻ ധരിച്ചിരുന്ന സാരിയാണ്. ശ്രദ്ധിച്ചായിരുന്നു? ശ്രദ്ധിച്ചില്ല? ശ്രദ്ധിച്ചു കാണും. നല്ല സാരിയാണല്ലേ, നല്ല ഭംഗിയുള്ള സാരി. പക്ഷെ അതിനകത്ത് ആ സാരിയിലൂടെ നിർമ്മല സീതാരാമൻ ഒരു സന്ദേശം കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം ഉയർത്തിക്കാട്ടുക. കൈത്തറി സാരിയായിരുന്നു, ഹാൻഡ്ലൂം സിൽക്കായിരുന്നു. അത് ബീഹാറിലെ പ്രശസ്തമായ മധുബനി ആർട്ട്, അതിനിപ്പോൾ മിഥില കലാരൂപം മിഥില ആർട്ട് എന്നിപ്പോൾ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒറിജിനൽ പേര് മധുബനി എന്നാണ്. മധുബനി ആർട്ടിൽ പ്രകാരം ഡിസൈൻ ചെയ്ത ഒരു കൈത്തറി സാരി. ആ കൈത്തറി സാരിയുടെ കളറെന്ന് പറഞ്ഞാൽ വെള്ളയാണ്. ഒരു മത്സ്യത്തിൻ്റെ ഫിഷ് തീംഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി ഉണ്ട്. കറുത്ത നൂലുകളുണ്ട്, കറുത്തല്ല ചാര കളറുള്ള നൂലുകളുണ്ട്. പിന്നെ ഓറഞ്ച് ചുവപ്പ് നൂലുകളുണ്ട്. സ്വർണ്ണ കളറിലൊരു ബോർഡറുണ്ട്. ഇങ്ങനൊരു സാരി. ഈ സാരി നിർമ്മല സീതാരാമന് സമ്മാനിച്ചതോ കൊടുത്തതോ, സമ്മാനിച്ചതാണോ പണത്തിന് കൊടുത്താണോ എന്ന് എനിക്കറിയില്ല, ക്രോസ് ചെക്ക് ചെയ്യണം. ഏതായാലും 2021 പത്മശ്രീ അവാർഡ് കിട്ടിയ ദുലാരി ദേവി എന്ന ബീഹാറിലെ ഒരു വിദൂര ഗ്രാമത്തിലെ രന്തി ഗ്രാമം എന്ന് പറയുന്ന ഗ്രാമത്തെ ഒരു സാധാരണ വീട്ടമ്മ കൊടുത്ത സാരിയാണ്. ഈ ദുലാരി ദേവിക്ക് പ്രാഥമിക വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ല. അവർ മഹാസുന്ദരി ദേവി എന്ന് പറയുന്ന ഈ മധുബനി ആർട്ട് ചെയ്യുന്ന ഒരു ബീഹാറിലെ പ്രശസ്തയായ ഒരു ചിത്രകാരിയുടെ വീട്ടിലെ വീട്ടുവേലക്കാരിയായിരുന്നു ഇവർ. ബീഹാറിൻ്റെ തനത് ഇന്ത്യയുടെ സംസ്കാരവുമായി ചേർന്ന് കിടക്കുന്നതാണ് ഈ മധുബനി ആർട്ട്. അപ്പോൾ ആ ചിത്രകലയിൽ ഇവർക്കുള്ള താല്പര്യം കണ്ടിട്ട് ഈ മഹാസുന്ദരി ദേവി, കർപ്പൂരി ദേവി എന്ന് പറയുന്ന അതിപ്രശസ്തയായ മധുബനി ആർട്ടിലെ മറ്റൊരു ചിത്രകാരിയെ പരിചയപ്പെടുത്തി. അവരുടെ ശിക്ഷണത്തിൽ അത് സ്വായത്തമാക്കിയ ദുലാരി ദേവി ഇന്ന് മധുബനി ആർട്ടിലെ അല്ലെങ്കിൽ മിഥില ആർട്ടിലെ ഏറ്റവും വലിയ കലാകാരിയാണ്. ഇവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും കിട്ടിയിട്ടില്ല, ഔപചാരികമായ വിദ്യാഭ്യാസം പോലും. അങ്ങനെ നമ്മുടെ മോദി സർക്കാർ വന്നതിന് ശേഷം ഈ പ്രാഞ്ചിയേട്ടന്മാർക്ക് കൊടുക്കുന്ന സാധനമാണ് പത്മശ്രീ എന്ന കൺസെപ്റ്റ് മാറ്റിയിട്ട് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ നിന്ന് വരുന്ന, അവിടെ നിന്ന് കഴിവുള്ള ആളുകളെ ലിഫ്റ്റ് ചെയ്ത് ലോകത്തിന് മുന്നിൽ ഷോക്കേസ് ചെയ്യാനുള്ള ഒരു, അവർക്ക് അംഗീകാരം കൊടുക്കാനുള്ളൊരു പദ്ധതിയായി നമ്മുടെ പത്മ അവാർഡുകളെ മാറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് ദുലാരി ദേവിക്ക് ഈ അവാർഡ് കിട്ടിയത്, അപ്പോൾ പത്മശ്രീ കിട്ടിയത്. അപ്പോൾ ദുലാരി ദേവി പ്രതിദാനം ചെയ്യുന്ന ഒരു സമുദായമുണ്ട്, ഒരു സമൂഹമുണ്ട്. അത് ബീഹാറിലെ ഏറ്റവും അധസ്ഥിതമായ ഒരു വിഭാഗമാണ്. അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു സാരി ധരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ധനമന്ത്രി വന്നത്. അതിൽ നിന്ന് കൊടുക്കുന്ന സന്ദേശമാണ് ഏറ്റവും അധസ്ഥിതരായ ആളുകൾ, ഇന്ത്യയുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റിൻ്റെ ബാഗ്, ചുവന്ന ബാഗും ഒക്കെ ആയിട്ട് നിർമ്മല സീതാരാമൻ വരുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിപത്തി ആരോടാണ് എന്ന് കാണിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് വലിയ ആക്ഷേപം വന്നു കഴിഞ്ഞു, ബീഹാറിന് വാരിക്കോരി കൊടുത്തു. അതെ, ബീഹാറിന് വാരിക്കോരി കൊടുത്തുവെങ്കിൽ ബീഹാറിനോടുള്ള മമത കാണിക്കുന്ന സാരി ഉടുത്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ വന്നത്. ബീഹാർ എന്താ ഇന്ത്യയിലെ ഏറ്റവും അവഗണിക്കപ്പെടേണ്ട സംസ്ഥാനമാണ്? അല്ല, ഇന്ത്യയിലെ വലിയ സംസ്കാരമല്ലേ. ശ്രീബുദ്ധനുമായി ബന്ധപ്പെട്ട്, നമ്മുടെ പൗരാണികമായ സർവകലാശാലകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു വലിയ സംസ്കാരത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് ബീഹാർ, അല്ലേ? ഇപ്പോഴും ബീഹാറിന് ഒരുപാട് പിന്നാക്കാവസ്ഥകളൊക്കെ ഉണ്ട്, അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട്. ബീഹാറിന് ഇപ്പോൾ പാറ്റ്ന എയർപോർട്ട് വികസിപ്പിക്കുന്നു, അതിനുവേണ്ടി പണം മുടക്കുന്നുണ്ട്. അപ്പോൾ പാറ്റ്ന ബീഹാറിൻ്റെ തലസ്ഥാനമാണ്. ഇന്ത്യയിലെ അല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പൈതൃകമുള്ള പാരമ്പര്യമുള്ള ഒരു നഗരമാണ്. ആ നഗരത്തെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ വിമാനത്താവളം ഇൻ്റർനാഷണൽ എയർപോർട്ടാക്കാൻ വേണ്ടി ഫണ്ട് മുടക്കം. അത് ബീഹാറിന് വാരിക്കോരി കൊടുക്കലല്ല, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കൂ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ 400 കോടി രൂപ മുടക്കി വികസിപ്പിക്കുക. പക്ഷേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുമ്പോഴും മുസ്ലിം ലീഗിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് കേന്ദ്രത്തിൻ്റെ ചിന്തയിൽ പോലും കേരളമെന്നില്ല. അപ്പോൾ കേരളത്തിനൊന്നും കൊടുത്തില്ല, കേരളത്തിനെ അവഗണിച്ചു, അങ്ങനെയാണല്ലോ എല്ലായ്പ്പോഴും. അപ്പോൾ കേരളം ഇനി ധനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു കേരളം ഇനി പിച്ചിച്ചട്ടി എടുത്ത് തെണ്ടുവോ? കേരളത്തിന് ആനുപാതികമായി കിട്ടേണ്ടത് കിട്ടും. ഇതിനകത്ത് ഇവർ കാണുന്ന രാഷ്ട്രീയമാണ്. ഇവർ മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മോദി സർക്കാരിനെ നോക്കൂ, BJPക്ക് ഒറ്റ മുസ്ലിം MP ഇല്ല, ഒറ്റ മുസ്ലിം മന്ത്രിയില്ല. ശരിയാണ്, നോക്കുമ്പോൾ ശരിയാണ്. എങ്ങനെയാണ് മുസ്ലിം MP ഉണ്ടാവുക? മുസ്ലിം MPയെ ജയിപ്പിക്കണം. ഇവിടെ കേരളത്തിൽ
ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയുടെ മലപ്പുറത്ത് അക്കാദമിക് രംഗത്തെ അതിപ്രഗത്ഭനായ ഒരാളെ BJP സ്ഥാനാർത്ഥിയാക്കിയില്ലേ? നിങ്ങൾ തോൽപ്പിച്ചില്ലേ? അപ്പം അദ്ദേഹത്തെ ജയിപ്പിച്ചാൽ BJPക്ക് MP ഉണ്ടാകുമായിരുന്നല്ലോ. അദ്ദേഹം ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മലപ്പുറത്ത് നിന്ന് മലബാറിൽ നിന്ന് അദ്ദേഹം ജയിച്ചു വന്നിരുന്നെങ്കിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയാവുമായിരുന്നു. നിങ്ങൾ തോൽപ്പിച്ചില്ലേ സലാം സാറിനെ? എന്നിട്ട് BJP സ്ഥാനാർത്ഥികളായിട്ട് BJP മുസ്ലിം സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു, നിങ്ങൾ തോൽപ്പിക്കും. എന്നിട്ട് നിങ്ങൾ പറയും BJP മുസ്ലിങ്ങളെ അവഗണിച്ചു, ഒറ്റ മുസ്ലിം MP ഇല്ല, ഒറ്റ മുസ്ലിം മന്ത്രി ഇല്ല എന്ന് പറയും. ഈ നിലവിളിക്കുന്ന ആരാ? മുസ്ലിമുകൾ. ഇവർ തന്നെയാണ് BJPയുടെ മുസ്ലിം സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നത്. എന്നിട്ട് പറയാം ചങ്കത്തടിയാണ്, ഞങ്ങൾക്ക് ഒന്നും ആരുമില്ലേ, ഞങ്ങൾക്കതൊന്നും തന്നില്ലേ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലേ. ഇത് പറയുന്ന പോലെ കേരളത്തിന് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായ വിഹിതം കിട്ടും. പിന്നെ കേരളം ഇപ്പോൾ CAG റിപ്പോർട്ട് വരുന്നുണ്ട്. എന്താണ് കേരളത്തിൽ കോവിഡിൻ്റെ കാലത്ത് നടന്ന കെടുകാര്യസ്ഥത എന്നൊക്കെ പറയുന്നത് അല്ലേ? അപ്പോൾ കേരളം ഈ കേന്ദ്ര സഹായം വേണം എന്നാവശ്യപ്പെടുന്ന കേന്ദ്രത്തോട് കേരളം എന്ത് നയമാണ് എടുത്തിരിക്കുന്നത്? കേന്ദ്രം അർഹമായ മുഴുവൻ പൈസയും കിട്ടിയിട്ടും ഞങ്ങൾക്ക് അതിൽ കൂടുതൽ വേണം, മേടിച്ചെടുത്തിരിക്കും എന്ന് വ്യാജ പ്രചാരണങ്ങൾ നിരന്തരം കേന്ദ്രത്തെക്കുറിച്ച് കേരളം പറയുകയും ധനകാര്യമന്ത്രിക്ക് ഇവിടെ വന്ന് അതിനെ ഖണ്ഡിക്കുകയും ചെയ്യേണ്ടി വന്നു. എന്നിട്ട് കേന്ദ്രത്തിനെതിരെ കേസ് കൊടുക്കാൻ സുപ്രീം കോടതി പോയി അല്ലേ? കേന്ദ്രത്തിനോട് നിങ്ങൾ എന്ത് യുദ്ധം പ്രഖ്യാപിക്കുകയാണ്? അങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരുന്നേ. ഇപ്പോൾ തമിഴ്നാടിന് ഈ പരാതിയില്ലല്ലോ, കർണാടകയ്ക്ക് പരാതിയില്ലല്ലോ, പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും പരാതിയില്ലല്ലോ. കാരണം അവർ കുറച്ചുകൂടെ മെച്ചപ്പെട്ട റിലേഷൻ കേന്ദ്രവുമായി പരിപാലിക്കുന്നുണ്ട്. കേരളം ഈ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്ക്, രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്, ഒരു ശത്രുതാ മനോഭാവത്തോടെ കാണുന്നു. ചിലപ്പോൾ അവരും തിരിച്ചത് കാണിക്കുമായിരിക്കും. നമ്മുടെ ഒരു കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ നന്നായിരിക്കണമെങ്കിൽ നമ്മൾ ഊഷ്മളമായ ഒരു കൈ അങ്ങോട്ട് നീട്ടണം. കൊടുക്കൽ വാങ്ങൽ ഒരുപോലെ അതായിരിക്കണം. അതുണ്ടാവുന്നില്ല എങ്കിൽ അതുകൊണ്ട് അവഗണിച്ചു എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം കേരളത്തിന് ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. പിന്നെ പാലക്കാട് ഇത് കേന്ദ്ര ബജറ്റ് അല്ലേ ഇത്? കേരള ബഡ്ജറ്റ് അല്ലല്ലോ. ഇന്ത്യയിൽ മുഴുവൻ നടപ്പാക്കേണ്ട പദ്ധതികൾ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് 36 ജീവൻ രക്ഷാ മരുന്നുകളുടെ വില കുറയ്ക്കുന്നു അല്ലേ? ജില്ലാ ആശുപത്രികളിലൊക്കെ ക്യാൻസർ. അപ്പോൾ കേരളത്തിനും കിട്ടില്ലേ? കേരളത്തിനും കിട്ടുമല്ലോ. ഈ പറഞ്ഞ എല്ലാം കേരളത്തിനും കിട്ടും. ഇനി കിസാൻ സമ്മാൻ നിധി അത് വർദ്ധിപ്പിക്കാൻ പോവാണ്. 6000 മുദ്ര ലോൺ ഇതൊക്കെ കേരളത്തിൽ കിട്ടത്തില്ല. നമ്മുടെ നാട്ടിൽ ഹോം സ്റ്റോൺ ഒരു വലിയ ഇവരൊക്കെ കരുതിയിരിക്കുന്നത് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വേണ്ടി ഇന്നത് എന്ന് പറഞ്ഞ് പ്രത്യേക ഒരു ഹെഡ് ഉണ്ടാക്കണം. അങ്ങനെയല്ല, രാജ്യത്തിൻ്റെ ബഡ്ജറ്റാണ് അവതരിപ്പിക്കുന്നത്. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി അത് കേരളത്തുകാരനാണോ തമിഴ്നാട്ടുകാരനാണോ അല്ലെങ്കിൽ ഒറീസക്കാരനാണോ എന്ന് നോക്കിയിട്ടില്ല. ഇന്ത്യയിലെ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവുന്ന പദ്ധതികളാണ് ബജറ്റിൽ വരുന്നത്. ഇപ്പോൾ ഈ നോക്കൂ, നമ്മളിപ്പം ഈ ആദായ നികുതിയുടെ കാര്യത്തിലുണ്ടായിരിക്കുന്നൊരു മാറ്റം, ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സിനു പറഞ്ഞതുപോലെ 2014 ഏതാണ്ട് 2 ലക്ഷം രൂപ വരെയായിരുന്നു ടാക്സ് എക്സംപ്ഷൻ ഉണ്ടായിരുന്നത്. നരേന്ദ്രമോദി വന്നതിന് ശേഷം അത് 2.5 ലക്ഷമാക്കി. 2.5 ലക്ഷം വരെ 2014 ഇളവ് കിട്ടി. 2019 ആയപ്പോൾ അത് 5 ലക്ഷമാക്കി. 2023 7 ലക്ഷം രൂപ വരെയുള്ള ആദായ നികുതി ഇളവ് വന്നു. ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച് ചിലപ്പോൾ 10 അക്കമായിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ നിർമ്മലാ സീതാരാമൻ 12 ലക്ഷമാക്കി. 12 ലക്ഷം മാത്രമല്ല, അത് മൊത്തത്തിൽ കണക്ക് കൂട്ടി വരുമ്പോൾ 12.25 ലക്ഷം, 12,75,000 രൂപ വരെയുള്ള വരുമാനം, ശമ്പളമാവട്ടെ മറ്റു വരുമാനമാവട്ടെ, ടാക്സ് കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ ടാക്സ് കൊടുക്കുന്നവർ 2% അല്ലെങ്കിൽ പരമാവധി 4% ഒക്കെ ഉള്ളൂ. ഇവരെ സംബന്ധിച്ച് അവർ മധ്യവർഗമെന്നോ ഉപരിവർഗമെന്നോ ഒക്കെ പറയപ്പെടുന്ന ആളുകൾ. ഇവരെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ഇവർ അന്യായമായി കാശുണ്ടാക്കുന്നവരാണ്. അവരുടെ കാശ് കുത്തിപ്പിടിച്ച് മേടിക്കണം. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കാശുള്ളവൻ്റെ കാശ് പരമാവധി പിടിച്ചെടുക്കണം, കുത്തിപ്പിടിച്ച് വാങ്ങണം, എങ്കിലേ വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ എന്ന് കരുതുന്ന കുറേ പേരുണ്ട്. രാഹുൽ ഗാന്ധി പറയുന്നതാണ് അവൻ്റെയൊക്കെ പിടിച്ചെടുക്കണം. അതല്ലല്ലോ ഇത് എന്താ നമ്മൾ ഒരു നീതിപൂർവമുള്ള ഒരു നടപടി. എങ്ങനെ നികുതി ഭാരത്തിൽ നിന്ന് ആളുകളെ കഴിവതും ഒഴിവാക്കി മറ്റ് ധനാഗമക മാർഗങ്ങൾ കണ്ടെത്താം എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ പറയുന്നത് നോക്കൂ, ഇപ്പോൾ ഞാൻ ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നുന്നത് ഈ 100% FDI ഇൻഷുറൻസ് മേഖലയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇനി വിദേശ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഇവിടെ പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളുടെ LICയെ പൂട്ടിക്കത്തില്ലേ, അവർ നമ്മുടെ കാശും കൊണ്ട് പോകത്തില്ലേ എന്നൊക്കെയാണ് ചോദ്യം വരുന്നത്. അങ്ങനെയല്ല അവരോട് പറയുന്നത്, നിങ്ങൾക്ക് 100% നിക്ഷേപം നടത്തി ഇവിടെ ഇൻഷുറൻസ് കമ്പനികൾ, വിദേശ കമ്പനികൾക്ക് അനുമതി കിട്ടും. പക്ഷേ കണ്ടീഷനാണ്. എന്താണെന്നറിയോ?
നിങ്ങൾ അങ്ങനെ സമാഹരിക്കുന്ന പ്രീമിയം തുക ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മുടെ രാജ്യത്ത് തന്നെ. നമ്മുടെ രാജ്യത്ത്. അല്ലാതെ പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ നിങ്ങളൊരു കമ്പനി വരുന്നു, ഇവിടുന്ന് പ്രീമിയം എടുക്കുന്നു, ആ പ്രീമിയം അവൻ കൊണ്ടുപോയി അമേരിക്കയിലോ അല്ലെങ്കിൽ ലണ്ടനിൽ ഇൻവെസ്റ്റ് ചെയ്തില്ല. നിങ്ങൾക്ക് ലൈസൻസ് വേണോ? ഇവിടെ 100% ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി ഒരു വിദേശ കമ്പനിക്ക്, ഇൻഷുറൻസ് കമ്പനിക്ക് ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ അനുമതി വേണമെങ്കിൽ നിങ്ങൾ ആളുകളുടെ കയ്യിൽ നിന്ന് പ്രീമിയമായി കളക്ട് ചെയ്യുന്ന പണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. 2 കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഒന്ന്, അതിലൂടെ നമ്മുടെ എക്കണോമി വളരും, കൂടുതൽ തൊഴിലവസരം ഉണ്ടാവും. മാത്രമല്ല ഈ കമ്പനികൾക്ക് നാളെ നമ്മുടെ ആളുകളെ കബളിപ്പിച്ച് ഈ പണവുമായി രാജ്യം വിട്ടു പോകാനും പറ്റത്തില്ല. ഇങ്ങനെയുള്ള ഒരു ചെക്ക് മെഷർ വെക്കുന്ന ഒരു സംവിധാനം ഇതിനു മുമ്പ് ഏത് സർക്കാരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അപ്പോൾ എല്ലാം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുത്തു എന്നല്ല, സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത് കൃത്യമായ ഗവേൺ ചെയ്യാനുള്ള സംവിധാനം, ബ്രേക്ക് അല്ലേ, ഒരു ബ്രേക്ക് കൂടെ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ വിഷനോട് കൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബജറ്റിനെ കുറിച്ച് ആധികാരികമായൊക്കെ പറയാനുള്ള കപ്പാസിറ്റി ഒന്നും നമുക്കില്ല. ഇത് ഒരു പുറമേ കണ്ട കാര്യങ്ങളിൽ നിന്നും ബോധ്യമാവുന്നൊരു കാര്യമാണ്. പിന്നെ 24 ലക്ഷം വരെ ഇപ്പം മറ്റ് ഈ ശമ്പളത്തിൻ്റെ കാര്യങ്ങൾ, ശമ്പളം അല്ലെങ്കിൽ ആദായ നികുതി 12 ലക്ഷം എന്ന് പറഞ്ഞല്ലോ, 12 ലക്ഷത്തിന് മുകളിലേക്ക് 13 ലക്ഷം, 14 ലക്ഷം, 24 ലക്ഷം ഒക്കെ വന്നാൽ 24 ലക്ഷം വരെ ഇനി 30% ടാക്സ് കൊടുത്താൽ മതി. 24 ലക്ഷം വരെ 30% ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിലൂടെ സർക്കാരിന് ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വരുമാനം കുറയുമെന്നാണ് പറയുന്നത്. പക്ഷേ ആ വരുമാനം കുറയുന്നതുകൂടി ഈ നികുതി കൊടുക്കുന്ന ആളുകൾക്ക്, നികുതി കൊടുക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ടാക്സ് കൊടുക്കുന്നു, ഞങ്ങളുടെ 2% അല്ലെങ്കിൽ 4% ആളുകളേ ഉള്ളൂ ടാക്സ് കൊടുക്കുന്നവർ. ഈ 2%, 4% പേരുടെ ടാക്സ് കൊണ്ടാണ് രാജ്യത്തെ മറ്റുള്ള ആളുകളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അവർക്ക് സൗജന്യ വിദ്യാഭ്യാസം, ചികിത്സ, ഇങ്ങനെ സൗജന്യ റേഷൻ, ഇതെല്ലാം കൊടുക്കുന്നത് ഈ 2 മുതൽ 4% വരെയുള്ള ടാക്സ് പേയേഴ്സിൻ്റെ ചിലവിലാണ്. ടാക്സ് പേയേഴ്സിന് തിരിച്ചെന്ത് കൊടുക്കുന്നുണ്ട്? അവരുടെ ചോദ്യമാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ 95% അല്ലെങ്കിൽ 96% അല്ലെങ്കിൽ 98% ജനങ്ങളെ തെറ്റിപ്പോറ്റാനുള്ള ടാക്സ് ഞങ്ങൾ കൊടുക്കുന്നു, ഞങ്ങൾക്ക് എന്ത് തരുന്നുണ്ട് എന്നൊരു ചോദ്യം കുറേ കാലമായി ഉയരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ടാക്സ് കൊടുക്കുന്ന, ടാക്സ് എന്നുള്ള നുകം വെച്ച് കൊടുക്കുന്ന ആ നുകത്തിൻ്റെ കീഴിൽ നിന്ന് കുറേ ആളുകളെ കൂടെ റിലാക്സ് ചെയ്യുക, അവരുടെ ചുമതല വെച്ചിരിക്കുന്ന ഭാരം ഒന്ന് കുറച്ച് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ നഗരങ്ങളിലൊക്കെ താമസിക്കുന്ന അല്ലെങ്കിൽ ഒരു സംഘടിത ഈ നികുതിദായകരിൽ ഭൂരിപക്ഷവും ഉദ്യോഗസ്ഥരാണല്ലോ, അവർ സംഘടിത മേഖലയിലുള്ളതാണ്. സംഘടിത മേഖലയിലുള്ള ആളുകൾക്ക് സർക്കാരിനോട് അനുഭവം ഉണ്ടാകാൻ സഹായിക്കും. പ്രത്യേകിച്ച് തീർച്ചയായും ദില്ലി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇത് വളരെ കാര്യമായി സ്വാധീനിക്കാൻ പോകുന്നൊരു ഘടകം തന്നെയാണ്. രാഷ്ട്രീയമുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബജറ്റും മറ്റ് വികസന പദ്ധതികളൊക്കെ നടപ്പാക്കുന്നത് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം കൂടെ വെച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഗുണം ഉണ്ടാകുന്നുണ്ട്. ഞാൻ നോക്കിയിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആധികാരികമായി പറയാൻ വിദഗ്ധരൊന്നും അല്ലെങ്കിലും നമ്മൾ ചാനൽ ചർച്ചകളിൽ കണ്ടു തുടങ്ങിയത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞത്. നമ്മൾ ഈ ചർച്ചയ്ക്ക്, നമ്മൾ ഈ സംസാരിക്കുന്നത് തൊട്ട് മുമ്പ് കേട്ടത്. അവരുടെ ചർച്ച തുടരുകയാണ്. നമുക്കതിനപ്പുറത്തൊന്നും അറിയില്ല. നമുക്ക് നോക്കിയിട്ടും വലിയ കുഴപ്പമില്ല. ഇപ്പം മനുഷ്യൻ്റെ നിത്യോപയോഗ സാധനങ്ങൾ, മരുന്നുകൾ, മൊബൈൽ ഫോൺ, ഇവയ്ക്കൊക്കെ, ഇലക്ട്രിക് കാറുകൾ, ഇവയ്ക്കൊക്കെ വില കുറയും എന്നൊക്കെ പറയുന്നു. അങ്ങനെ പൊതുവിൽ ജനങ്ങൾക്ക് അധിക ഭാരം കൊടുക്കാതെ കുറേയേറെ ആളുകളെ കാറ്റർ ചെയ്യുന്ന ഒരു ബജറ്റാണ്. നിർമ്മലാ സീതാരാമനെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാം. 8ാം തവണയും തുടർച്ചയായി ബജറ്റ് അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ വനിത എന്നൊരു റെക്കോർഡും കൂടി നമ്മുടെ ധനമന്ത്രിക്കുണ്ട്. അപ്പോൾ അവർ ധരിച്ചിരുന്ന സാരി വെറുമൊരു സാരിയല്ല, അത് രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ, രാജ്യത്തിൻ്റെ പൈതൃകത്തെ, രാജ്യത്തിൻ്റെ സംസ്കാരത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതാണ്. അതും സന്തോഷകരമാണ്. ബഡ്ജറ്റിൻ്റെ മുഖമാണ് നിർമ്മലയുടെ സാരിയിൽ കണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.